എന്നാലും ഇങ്ങനെ ഒരു ഡയറി എഴുതി വെക്കുന്ന കാര്യം ഋതു എന്നോട് പറഞ്ഞില്ലല്ലോ. അതെ രാജു, എന്താ മോളിലേക്ക് വരാത്ത? ഒന്നുമില്ല, വന്നില്ല. അല്ല, അതെന്താ വരാത്തെന്നല്ലേ ചോദിച്ചത്? വരണോന്ന് തോന്നിയില്ല, അത്രേ ഉള്ളൂ. ഞാൻ ആ ഡയറിയുടെ കാര്യം പറയാത്തതുകൊണ്ടാണോ ഇത്രയും ദേഷ്യം? രാജു, മാറിനിക്കേ. ഇതെന്താ രാജു ഇങ്ങനെ? ഒരു ഡയറി എന്നോട് ചോദിച്ചു വാങ്ങിയ കാര്യം ഞാൻ ഓർക്ക. ഐ എം സോറി രാജു. ജീവിതത്തിൽ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ രാജുനോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് മാത്രം പറഞ്ഞില്ല. അതിന് എന്നോട് ക്ഷമിക്കണം. ആദ്യം പറയണമെന്ന് ഞാൻ കരുതിയതാ, പിന്നെ പതുക്കെ പറയാന്ന് വിചാരിച്ചു. അച്ഛനും അമ്മയെ ഒരുമിക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാ. എല്ലാം വിശദമായിട്ട് ഞാൻ പറയാം. ഇതിങ്ങനെയൊക്കെ ആവുമെന്ന് കരുതിയല്ല ഞാൻ ചെയ്തത്. പക്ഷേ ചെയ്തത് കൈവിട്ട് പോയില്ലേ? സത്യം പറഞ്ഞ ഈ കുഴപ്പത്തിനെല്ലാം കാരണക്കാരി ഋതുവല്ലേ? ഉദ്ദേശം നല്ലതാണെങ്കിലും പക്ഷെ അതിന് സ്വീകരിച്ച മാർഗം മോശമല്ലേ? ഒരു ചീറ്റിങ്, അതും സ്വന്തം അച്ഛനെ. രാജു, എല്ലാ കാര്യങ്ങളും എന്നോട് ആലോചിച്ചേ ചെയ്യാവൂ എന്നുള്ള ദുർവാശയൊന്നും എനിക്കില്ല. പക്ഷേ ഇതൊക്കെ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കായിരുന്നു. അമ്മ വരുന്നുണ്ട്. നമ്മൾ തമ്മിലുള്ള പിണക്കൊന്നും അമ്മ അറിയണ്ട. എനിക്കങ്ങനെ പിണക്കൊന്നുമില്ല. മനസ്സിൽ തോന്നിയത് പറഞ്ഞെന്ന് മാത്രം, അത് വിട്ടുകള. വാ മക്കളെ, ഇനി വല്ലതും കഴിച്ചിട്ട് പോവാം. അയ്യോ ഇല്ലമ്മേ, ഞങ്ങൾ പോവാ. വർമ്മ സാർ അവിടെ കാത്തിരിക്കായിരിക്കും. വാരുതോ, നമുക്കിറങ്ങാം. പൊയ്ക്കോട്ടെ അമ്മേ. പോയിട്ട് വാ. എന്തായാലും അംബികയോട് വഴക്കിനൊന്നും നിൽക്കണ്ട. അവൾ എന്ത് ചെയ്യാനും മടിക്കില്ല. ശരി അമ്മേ, ഇറങ്ങാം. ഹരീഷ് എവിടെ പോയി രുക്മിണി? അവൻ വല്ല കവലയിലോ വല്ലടം പോയി വായി നോക്കി ഇരിക്കുമായിരിക്കും. ഓ, കുടുംബത്തിൽ വല്ല സ്വസ്ഥതയോ സമാധാനമോ ഉണ്ടോ? ഞാൻ അവൾ അറിയാതെ കലക്കി കൊടുത്ത വിഷപ്പൊടി ശരിക്കും ഏറ്റൂന്നാ തോന്നുന്നത്. എനിക്ക് എന്തോ ഒരു അസ്വസ്ഥത പോലെ. ഞാനൊന്ന് പോയി കിടക്കട്ടെ. പൊയ്ക്കോ.